ബഹുമാനായ ഉദ്ഘാടനം സലീം സാഹിബ്, അധ്യക്ഷതയിലെ മറ്റ് ബഹുമാന്യ മിത്രങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സലീം സാഹിബിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടും എനിക്കവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ടുമാണ് ഞാൻ ഈ സമയം ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങി ഈ പ്രഭാഷണം നടത്താമെന്ന് വിചാരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ ഞാൻ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് ക്ഷയിച്ചു പോയാൽ അത് കേരളത്തിൻ്റെ മതേതര ഭൂമികയ്ക്ക് അത് വലിയ പരിക്കേൽക്കും എന്ന ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. സാധാരണയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ക്ഷയിക്കുമ്പോൾ അത് മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അത് വഴിയൊരുക്കുമെന്ന് പൊതുവായി കേൾക്കുന്നൊരു വിമർശനമാണ്. അത് ഒട്ടൊക്കെ ശരിയുമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. കാരണം കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനം ഏതെങ്കിലും തരത്തിലുള്ള മതഭീകരവാദ പ്രസ്ഥാനമായിട്ട് നമുക്ക് വെക്കാൻ പറ്റാതെ ജാതി മതവർഗീയ ശക്തികളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് തർക്കൂല. അതിനെക്കുറിച്ച് മറ്റു വിയോജിപ്പുകളൊക്കെ മാറ്റിവെക്കുമ്പോഴും CPM, CPI പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സൈദ്ധാന്തികമായുള്ള വിയോജിപ്പുകളൊക്കെ വയ്ക്കുമ്പോഴും അവരൊക്കെ മതേതരമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എനിക്ക് ആ തർക്കമില്ല. അതേസമയം തന്നെ മുസ്ലിം ലീഗ് അതിന്റെ പേരില് മുസ്ലിം എന്നുള്ളെങ്കിലും അതും കേരളത്തിൽ വളരെ മതേതരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അത് ഇന്ത്യയിലെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഏറ്റവും പ്രധാനമായ കാര്യം, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മതഭീകരവാദ രീതിയിൽ നേടിയെടുക്കേണ്ടതല്ല എന്നും അത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തി നേടിയെടുക്കേണ്ടതുമാണ് എന്നൊരു വിശ്വാസം ആ സംഘടന പുലർത്തി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ജയിക്കുന്നത് മുസൽമാന്മാരുടെ മാത്രം വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലല്ല, ധാരാളം ഇതര സമുദായക്കാരും ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യമാണ്, ഇത് നമ്മൾ വിമർശനത്തിന്റെ കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് അവിടെ വിജയിച്ചിട്ടുള്ളത് എന്റെ ആത്മ സുഹൃത്താണ്. അദ്ദേഹം ജയിച്ചത് 80,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിക്കുന്നത്. ടി മുഹമ്മദ് ബഷീർ വളരെ അടുത്ത വർഷങ്ങളായ അടുത്ത ബന്ധം ഞാൻ പുലർത്തുന്നതാണ്. അദ്ദേഹം നന്നായിട്ട് എഴുത്തുകാരനാണ്, ഒന്നാം തരം പ്രഭാഷകനാണ്, ഒക്കെയാണ്. അദ്ദേഹം ഇത്രയധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ അദ്ദേഹത്തെ ആ ഒരു സവിശേഷ ഘട്ടത്തിൽ, നമുക്കറിയാം പൊന്നാനിയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു സവിശേഷമായിട്ട് ഘട്ടം, മദനിയുടെ വരവും മദനിയെ CPM പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന എന്റെ മറ്റൊരു സ്നേഹിതൻ അവിടെ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ മഹാഭൂരിഭാഗം വരുന്ന അവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങൾ ടി മുഹമ്മദ് ബഷീറിനെയാണ് ജയിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന്റെ കാരണം മുസ്ലിം ലീഗിലുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് എനിക്ക് എന്റെ വിയോജിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുസ്ലിം ലീഗിലെ ആരാധ്യരായ നേതാക്കളോട് സൈദ്ധാന്തികമായി എന്റെ വിയോജിപ്പുകളൊക്കെ പല ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അത് വളരെ മതേതരമായ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്നാണ്. മലപ്പുറം ജില്ലയിൽ വരുന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാം. മലപ്പുറം ജില്ലയിൽ ഇത്ര കണ്ട് സാമുദായികമായി ഐക്യം ഉണ്ടാക്കിയെടുത്തതിൽ മുസ്ലിം ലീഗ് അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാണക്കാടിന്റെ ഒരു സൗമ്യമായ സാന്നിധ്യം. നമ്മളെപ്പോഴും ശബ്ദങ്ങളുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അത് എന്റെ സുഹൃത്തായിട്ടുള്ള എറണാടൻ MLA-യോടും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധ്യരായ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടത് തീർച്ചയായും വളരെ പ്രകോപനപരമായി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നില്ല അദ്ദേഹം സംസാരിക്കേണ്ടത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യ സാന്നിധ്യമായിട്ടുള്ള, ഏറ്റവും സ്നേഹാർദ്ര സാന്നിധ്യമായിട്ടുള്ള ശിഹാബ്ദങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ്. ഇതിന് വിയോജിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് ചെറിയൊരു പ്രതീകം മാത്രമല്ല. ശിഹാബ്ദങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നോവിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം എവിടെയെങ്കിലും സംസാരിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ആദ്യം പ്രത്യേകിച്ച് അദ്ദേഹം വളരെയധികം സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലനിന്നത്. അതുകൊണ്ടാണ് ശാബ്ദങ്ങളുടെ പേരിൽ നടക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വൻതോതിൽ ഈ ലീഗിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ പോലും ഞാൻ പലതരത്തും ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷണവും ഒക്കെ ആയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ അത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളുടെ വേദികൾ പങ്കെടുത്തിട്ടുള്ളതാണ്. അവിടെയൊക്കെ തന്നെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ശാബ്ദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കണം. ഒന്നൊന്നുമില്ല. സത്യത്തിൽ കേരളത്തിൽ മതേതരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിവെക്കും. നമ്മൾ ഏറ്റവും കാണേണ്ടത് ശാബ്ദങ്ങളെ പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ നേരിട്ടുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് കാണേണ്ടത് ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വലിയൊരു മതേതര പ്രതീകമാണ്. ആ മതേതര പ്രതീകം തകർക്കപ്പെട്ടതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്ര കണ്ട് കലുഷമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു വെച്ചത്. യാതൊരു തർക്കമില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രകോപനപരമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് എന്ന രീതിയിൽ തെരുവിൽ നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിതീവ്ര ഭാഷയിൽ സംസാരിച്ചിരുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. മദനി സാഹിബ് അടക്കമുള്ള കാര്യങ്ങൾ, മദനി സാഹിബിന് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയോ ഒക്കെ വേണം എന്നുള്ള അഭിപ്രായക്കാരനെ തന്നെ. കാരണം എല്ലാ പൗരനും ലോകത്ത് നീതി കിട്ടണമെന്ന് വിശ്വസിക്കുന്നതാണ്, എല്ലാ പൗരനും. പക്ഷേ ഞാൻ PDPക്കാരോട് പറയുന്നത് അബ്ദുൽ നാസർ മദനി മഹാത്മാഗാന്ധിയോ ഒന്നും ആക്കേണ്ടതില്ല. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ തെരുവുകളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നേരത്തെ ആമുഖ പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ള ശശികല ടീച്ചറുടെ പ്രസംഗത്തിന്റെ അതേ ഗണത്തിൽപ്പെടും എന്നുകൂടി നമ്മൾ ഒന്നും മറക്കണ്ട ചരിത്രത്തില്. അതൊക്കെ